9ാം ക്ലാസ് ബയോളജിയിൽ എൻ്റെ ഒരുപാട് മക്കൾ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മക്കൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സർ, എങ്ങനെയാണ് എവല്യൂഷണറി ട്രീ വരയ്ക്കുക, എങ്ങനെയാണ് പരിണാമ വൃക്ഷം വരയ്ക്കുക? നമ്മുടെ 6ാമത്തെ പാഠം ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും അവസാന ഭാഗത്ത് വരുന്ന ടോപ്പിക്കാണ് എന്ത്, എവല്യൂഷണറി ട്രീ വരയ്ക്കാനുള്ള ടോപ്പിക്ക്. എൻ്റെ മക്കൾ നോക്കിക്കോ, ഒരു ക്വസ്റ്റ്യൻ ചാമ്പിയിട്ടുണ്ട്, അത് ഉത്തരം നമ്മൾ ചാമ്പി പഠിക്കുന്നു. റെഡി അല്ലേടാ? നോക്കിക്കോ, ആദ്യം ഏതൊക്കെയാണ് ജീവികൾ നമ്മൾ നോക്കുകയാണ് കേട്ടോ. ഷാർക്ക് ഉണ്ട്, ഫ്രോഗ്, തവളയുണ്ട്, കങ്കാരു ഉണ്ട്, മനുഷ്യന്മാർ, മേൻ ഉണ്ട്. നമ്മൾ ആദ്യം എവല്യൂഷണറി ട്രീ വരയ്ക്കുമ്പോൾ തന്നിട്ടുള്ള ജീവികൾ എന്ത് ചെയ്യുന്നു, നീട്ടി താഴോട്ട് എഴുതുന്നു. നോക്കിക്കോ, ഷാർക്ക്, ഫ്രോഗ്, കങ്കാരു, മേൻ. ഇതാ ഷാർക്ക്, ഫ്രോഗ്, കങ്കാരു, മേൻ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, നേരെ താഴത്തോട്ട് നീട്ടി എഴുതുന്നു. അവരെ നേരെ താഴത്തോട്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് സാറേ? നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, പെക്യുലാരിറ്റീസ്, സവിശേഷതകൾ ഏതൊക്കെയാണ് നോക്കുകയാണ്. നോക്കി കേട്ടോ. വെർട്ടിബിൾ കോളം നെട്ടലൊരു സവിശേഷതയാണ്. 2 പെയർ ഓഫ് ലിംസ്, 2 ജോഡി കാലുകൾ മറ്റൊരു സവിശേഷതയാണ്. പാമറി ഗ്ലാൻസ്, പാലുൽപാദക ഗ്രന്ഥികൾ വേറൊരു സവിശേഷതയാണ്. പ്ലേസൻ്റ ഉണ്ട് ഇല്ല എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ്. എന്ത് ചെയ്യുന്നു, സവിശേഷത നോക്കുന്നു. ഈ സവിശേഷതകളിൽ നിന്ന്, പെക്യുലാരിറ്റീസിൽ നിന്ന് ഏറ്റവും കുറവ് ആളുകൾക്കുള്ള പെക്യുലാരിറ്റി ആദ്യം നമ്മൾ വരക്കും. എന്ന് വെച്ചാൽ ഇതുപോലെ നെട്ടല് എന്നുള്ളൊരു പെക്യുലാരിറ്റി, ഒരു സവിശേഷത, ഇത് എല്ലാവർക്കും ഉണ്ട്. അപ്പം ആദ്യം അത് വരക്കൂല. അടുത്തത് നോക്കുന്നു, അത് 3 ആളുകൾക്ക് ഉണ്ട്. അടുത്ത 2 ആളുകൾക്ക്. പ്ലാസൻ്റ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആർക്കാണ്? മനുഷ്യന് മാത്രം, അല്ലേ? പ്ലാസൻ്റ എന്നുള്ള സ്വഭാവം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും കുറവ് ആളുകൾക്കുള്ള സ്വഭാവം നമ്മൾ ആദ്യം വരക്കും. ഏറ്റവും കുറവ് ആളുകൾക്കുള്ള സ്വഭാവം പ്ലാസൻ്റെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മനുഷ്യൻ്റെ അവിടെ എഴുതി കൊടുക്കുന്നു. നമ്മൾ സ്വഭാവം എഴുതിന് മുന്നേ ആദ്യം ഒരു വര വരക്കും. മനുഷ്യന്റെ സ്വഭാവമല്ലേ, അപ്പോൾ മനുഷ്യന്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വര വരക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത് സാറേ? ആ സ്വഭാവം എഴുതി കൊടുക്കുക. ഒന്നെങ്കിൽ വരയുടെ മേലെ എഴുതാം, അല്ലെങ്കിൽ വരയുടെ താഴെ എഴുതാം. നമുക്ക് സുഖത്തിന് വേണ്ടി താഴോട്ട് എഴുതാം. എത്രയും വലുതാക്കി എഴുതാലോ. ഓക്കെ, പ്ലാസൻ്റ എന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ട്. ഇനി നമ്മൾ പറയാണ്, എന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്ത സ്വഭാവം, ഇതിന് ബാക്കി ഫില്ല് ചെയ്യണ്ടേ? ഏറ്റവും കുറവ് ആളുകൾക്കുള്ള 2ാമത്തെ സ്വഭാവം ഏതാ നോക്കിക്കോ. ഏതാണ്? മാമറി ഗ്ലാൻസിൻ്റെ അല്ലേ? മാമറി ഗ്ലാൻസ് അല്ലേ? പാലുൽപാദക ഗ്രന്ഥികളല്ലേ? ഏറ്റവും കുറവ് ആളുകൾക്കുള്ള 2ാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മക്കളെ, അല്ലേ? ആ 2 ആളുകൾക്കേ ഉള്ളൂ, ബാക്കി 3-4 ആളുകൾക്കുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തത് മാമറി ഗ്ലാൻഡ് വരയ്ക്കാൻ പോവാണ്. അത് കങ്കാരുവിനും ഉണ്ട്, മനുഷ്യനും ഉണ്ട്. കങ്കാരുവിനും മനുഷ്യനും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഈ വര എന്ത് ചെയ്യുന്നു, കങ്കാരു വരെ നേരെ പൊക്കുന്നു. കങ്കാരുവിൻ്റെ ലെവലിൽ എന്ത് ചെയ്യുന്നു, ഈ വര പൊക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, 2 ആൾക്കുള്ള സ്വഭാവം അല്ലേ? അപ്പോൾ 2 ആളുകളുടെയും സെൻറ്ററിലെ വര വരക്കുന്നു, സ്വഭാവം എഴുതി കൊടുക്കുന്നു. സ്വഭാവം എന്താണ്? മാമറി ഗ്ലാൻസ് ഉണ്ട്, പാലുൽപാദക ഗ്രന്ഥികളുണ്ട്. ഓക്കെ 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 സർ, ഇത് വരച്ചിട്ട് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. സവിശേഷത എഴുതി കഴിഞ്ഞാൽ, പ്രത്യേകത എഴുതി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരെ ഇത് ചെയ്യണം. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മാമറി ഗ്ലാൻഡിലുള്ള സ്വഭാവം മനുഷ്യന്മാർക്കും ഉണ്ട്, ആർക്കും ഉണ്ട്, കങ്കാരുക്കും ഉണ്ട്. ഈ സാധനം അവിടെ തുടങ്ങുന്നു. യെസ്, കങ്കാരുക്ക് കിട്ടുന്നുണ്ട്, മാമറി ഗ്ലാൻഡ് മനുഷ്യനും കിട്ടുന്നുണ്ട്. റെഡി അല്ലടാ മക്കളെ? സവിശേഷത എഴുതി കഴിഞ്ഞ് ഫില്ലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇത് നേരെ ഈ ഫ്രോഗിൻ്റെ ലെവലിലോട്ട്, അഥവാ ഇതിന് തൊട്ട് മേലെയുള്ള ആൾ ആരാണോ അയാളുടെ ആ ലെവലിലോട്ട് എന്ത് ചെയ്യുക, ഇതിനെ നേരെ പൊന്തിച്ച് വെക്കുക. ആദ്യം തന്നെ വരട്ട് വെക്കുക. അടുത്ത് ചെയ്തുമ്പോൾ വളരെ സുഖമായിട്ട് എഴുതാണ്ടി പറ്റും. ഇനി നോക്കല്ലേ, ഏറ്റവും കുറവ് ആളുകൾക്കുള്ള 3ാമത്തെ സ്വഭാവം ഏതാണ്? അത് 2 പെയർ ഓഫ് ലിംസ് ആണ്, 2 ജോഡി കാലുകളാണ്. അത് തവളക്ക്, കങ്കാരുവിന്, മനുഷ്യന്, അഥവാ സ്രാവിനല്ലാത്ത എല്ലാവർക്കും ആ സ്വഭാവമുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, ഈ 3 ആളുകളുടെയും സെൻറ്റർ അത് ഏകദേശം അവിടെ വരും, ഈ വരയുടെ സെൻറ്ററിൽ വരും കേട്ടോ ഏകദേശം. നമ്മൾ ഇവിടെ സ്വഭാവം എഴുതി കൊടുക്കുന്നു. എന്താണ്? 2 ജോഡി കാല്. 2 ജോഡി കാലുകൾ. ഇത് 3 ആൾക്കുള്ള സ്വഭാവമാണ്. 3 ആളുകളുടെയും ഏകദേശം സെൻറ്റർ, അഥവാ നമ്മൾ ഈ വരച്ച വരയുടെ സെൻറ്ററിൽ ഏകദേശം എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പറഞ്ഞ് ഫില്ല് ചെയ്യുക. 2 ജോഡി കാലുകൾ തവളക്ക് കിട്ടുന്നുണ്ട്, 2 ജോഡി കാലുകൾ കങ്കാരുന്ന് കിട്ടുന്നുണ്ട്, 2 ജോഡി കാലുകൾ മനുഷ്യനും കിട്ടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? വെറുതെ ചിരിച്ചു നിൽക്കൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഷാർക്ക് വരെ ഈ വര പൊന്തിക്കുന്നു. ഈ ഷാർക്ക് വരെ ഇതിനെന്ത് ചെയ്യുന്നു, ഹൈറ്റ് കൂട്ടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, സ്വഭാവത്തെ നോക്കുന്നു. വെർട്ടിബ്രൽ കോളം, നെട്ടല് എന്ന് പറഞ്ഞ സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, ഈ വരയുടെ സെൻറ്ററിൽ നേരെ വര ഇടുന്നു. നമ്മൾ സ്വഭാവത്തെ എഴുതി കൊടുക്കുകയാണ്. എന്താണ്? നെട്ടല്, വെർട്ടിബ്രൽ കോളം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ജോയിൻ ചെയ്യണം. നെട്ടല് എന്ന സ്വഭാവം ആദ്യം ഷാർക്കിനുണ്ട്, നെട്ടല് എന്ന സ്വഭാവം ഫ്രോഗിന് കിട്ടുന്നുണ്ട്, നെട്ടല് എന്നുള്ള സ്വഭാവം കങ്കാരുവിന് കിട്ടുന്നുണ്ട്, നെട്ടല് എന്നുള്ള സ്വഭാവം
മനുഷ്യനും കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരക്കാറുള്ളത്, എവല്യൂഷണറി ട്രീ വരക്കാറുള്ളത്. അഥവാ നമ്മൾ ആദ്യം വരയിടുന്നു, സ്വഭാവം എഴുതുന്നു, എന്നിട്ട് അടുത്തത് വരെയുള്ള നേരെ വര ഇട്ട് വെക്കുന്നു. എന്നിട്ട് ആ വരയുടെ പൗതിക്കെന്ന് സെൻറ്ററിന്ന് അടുത്തതിൻ്റെ സ്വഭാവം എഴുതുന്നു, ആ വര ഫില്ലാക്കുന്നു. എന്നിട്ട് സ്വഭാവം എഴുതി കഴിഞ്ഞാൽ വീണ്ടും വര ഇട്ട് വെക്കുന്നു, ആ വരയുടെ സെൻറ്ററിന്ന് അടുത്തതിൻ്റെ സ്വഭാവം എഴുതുന്നു, ഫില്ല് ചെയ്യുന്നു. വീണ്ടും സെൻറ്ററിന്ന് വര ഇട്ടിട്ട് പൊക്കുന്നു. ഇതുവരെ എന്ത് ചെയ്യുന്നു, അടുത്ത ജീവി ഏതാണോ അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ, ഈ ഹൈറ്റ് പൊക്കുക, നേരെ വര ഇടുക, നോക്കുക, കംപ്ലീറ്റ് ആക്കുക. എൻ്റെ മക്കളോട് പറയാനുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുകാണ്ട് ഇതിങ്ങനെ വരച്ച് എങ്ങനെ വരച്ചാ റെഡിയാ അങ്ങനെ പോകാണ്ട് പാടില്ല. 2 വട്ടെങ്കിലും ചുരുങ്ങിയത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക മക്കളെ, വരച്ചിട്ട് മാത്രം പോകുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, വരാൻ വളരെ സാധ്യതയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, റിസ്ക് എടുക്കരുത്. എന്തായാലും വരച്ച് പഠിക്കുക. നോക്കുമ്പോൾ നല്ല സുഖമായിരിക്കും, കാണാനൊക്കെ പെട്ടെന്ന് പറ്റും. പക്ഷെ എന്ത് ചെയ്യുക മക്കളെ, വരച്ച് തന്നെ പഠിച്ചിട്ട് പോട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടോ. എല്ലാവരും പഠിക്കാം.